ഹായ് കെ പി സ്വാഗതത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. നമ്മൾ മനുഷ്യന്മാർ സാമൂഹ്യ ജീവികളാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് ഇടപെടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ജനറേഷൻ വല്ലാതെ നേരിടുന്ന ഒരു പ്രശ്നമാണ് സോഷ്യൽ ആങ്സൈറ്റി എന്നത്. അതായത് സമൂഹത്തോട് ഇടപെടാനുള്ള ഒരു വിമുഖത, ഒരു പേടി, എവിടെയൊക്കെ ഒരു സങ്കോചം. ഇങ്ങനെയുള്ള ആളുകൾ ദീർഘകാലം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരിൽ ഇൻറ്റേർണൽ നെഗറ്റിവിറ്റി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻറ്റേർണൽ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഡിസ്ട്രക്റ്റീവായ തോട്ട്സ് ഡെവലപ്പ് ചെയ്യുക. അത്തരം ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ 4 ഫാക്ടേഴ്സ് നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവുമ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കൂടി എളുപ്പമാകും. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഒന്നാമത്തേത് കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതാണ്. ഈ കോമ്പറ്റീഷൻ 2 രീതിയിലുണ്ട്. ഹെൽത്തി കോമ്പറ്റീഷനും നോൺ ഹെൽത്തി കോമ്പറ്റീഷനും. ഹെൽത്തി കോമ്പറ്റീഷനിലെ പ്രത്യേകത അതൊരു റേസിംഗ് പോലെയാണെന്ന് ഞാൻ പറയും. മറ്റേയാളും ഓടുന്നു ഞാനും ഓടുന്നു, അല്ലെങ്കിൽ മറ്റേയാളും ഓടിക്കുന്നു ഞാനും ഓടിക്കുന്നു. അവിടെ അയാൾ എന്നേക്കാൾ വേഗത്തിൽ ഓടിക്കുമ്പോൾ ഞാൻ അതിനേക്കാൾ വേഗത്തിൽ ഓടിക്കുക എന്നതാണ് പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെയാണ് പരസ്പരം ഇംപ്രൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നോൺ ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഫൈറ്റ് പോലെയാണ്. നമ്മൾ സ്വയം ഇംപ്രൂവ് ചെയ്യുന്നതിനേക്കാൾ മറ്റേയാളെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഇത്തരം ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യാൻ ഇൻറ്റേർണൽ നെഗറ്റിവിറ്റി കാരണമാകും. സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് വേറൊരു പ്രശ്നമാണ് ഐസൊലേഷൻ എന്ന്. അതായത് അവരെപ്പോഴും അവരൊറ്റയ്ക്കാണെന്നും അവർ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെന്നും അവർക്ക് തോന്നും. അവരൊരു പവർഫുൾ ടീമിൻ്റെ, പവർഫുൾ ക്ലാനിൻ്റെ ഭാഗമാണെന്ന് അവർക്ക് തോന്നില്ല. അങ്ങനെ തോന്നാത്തപ്പോൾ ഒരു ഈഗോ സെൻട്രിക് ആയിട്ടാണ് അവർ ചിന്തിച്ചു പോവുക. അതുകൊണ്ട് കൂടിയാണ് ഇത്തരം ഒരു മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തേത് വാലിഡേഷൻ എന്നതാണ്. അതായത് സമൂഹത്തിൻ്റെ വാലിഡേഷൻ കിട്ടാൻ ഇവർക്ക് മോഹമുണ്ടാകും. സമൂഹത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ആളുകൾക്ക് സമൂഹത്തിൻ്റെ വാലിഡേഷൻ കിട്ടാതാവുന്നുണ്ട്. കിട്ടണമെന്ന ആഗ്രഹമുണ്ട് താനും. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന സമൂഹം നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വാലിഡേഷൻ കിട്ടാൻ നമ്മൾ പല വഴികളും നോക്കും. പലപ്പോഴും ആളുകൾ നെഗറ്റീവായ ചിന്തകളിലേക്ക്, നെഗറ്റീവായ ആക്ഷൻസിലേക്കും പോകാനുള്ള കാര്യം വാലിഡേറ്റഡ് ആവുക എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെടുന്നില്ല, അപ്പോൾ ചീത്ത കാര്യങ്ങളൊന്നും ചെയ്തു നോക്കാമെന്ന് ഉപബോധ തലത്തിലൊരു ചിന്താഗതി ഡെവലപ്പ് ചെയ്യുന്നതാണ് പലപ്പോഴും നെഗറ്റീവായ ആക്ഷൻസിലേക്ക് ആളുകൾ പോകാനുള്ള കാര്യം. അപ്പോൾ വാലിഡേറ്റഡ് ആക്കാനുള്ള അഥവാ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാനുള്ളൊരു മോഹം അതൊരു ടോക്സിക് പ്രവണതയായി മാറി തുടങ്ങുന്നതാണ്. അതാണ് സോഷ്യൽ ഐസൊലേഷൻ സംഭവിക്കുന്ന ആളുകളുള്ള രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ ഇൻറ്റേർണൽ നെഗറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുക ഫ്ലെക്സിങ് കൾച്ചറാണ്. ഈ ഫ്ലെക്സിങ് കൾച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇന്നതുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രവണത. അങ്ങനെ എല്ലാവരും കാണിക്കുമ്പോൾ നമുക്ക് ഇല്ലാത്തത് കാണിക്കാനുള്ള ഒരു പൊങ്ങച്ചം കാണിക്കാനുള്ള ടെൻഡൻസി നമ്മളിൽ ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ 2 ഫാക്ടേഴ്സാണ്. അതായത് കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റിയും വാലിഡേഷൻ വേണമെന്നുള്ള തോന്നലും. ഇത് രണ്ടുമാണ് ക്രമേണ ഫ്ലെക്സിങ് കൾച്ചറിലേക്ക് എത്തുന്നത്. ഫ്ലെക്സിങ് കൾച്ചറിനെ നമ്മൾ ഒന്ന് കിഴകീറി മുറിച്ച് പരിശോധിച്ചു നമ്മുടെ സോഷ്യൽ മീഡിയ അതിന് വല്ലാത്തൊരു മേഖലയാണെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥ ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതം, നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു ലൈഫ്, ഡ്രീം ലൈഫ് മറ്റൊരാൾ ജീവിക്കുന്നത് കാണുമ്പോൾ അതുപോലെ ആകണം എന്നുള്ളൊരു മോഹം കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഫ്ലെക്സിങ് കൾച്ചറും ബ്രാൻഡിങ്ങും പേഴ്സണൽ ബ്രാൻഡിങ്ങും രണ്ടാണ്. എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്? നമ്മൾ ആരാണെന്നുള്ളത് പ്രസ്താവിക്കുന്ന ഒരു മെത്തേഡാണ് ബ്രാൻഡിങ്. അതൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബ്രാൻഡിങ്. ഞാൻ എപ്പോഴും ട്രെയിനിങ് ക്ലാസ്സിൽ പറയാറുള്ള ഒരു എക്സാമ്പിളാണ് JCB എന്ന എക്സാമ്പിൾ. ഈ ഒരു വണ്ടി കണ്ടാൽ ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു പേരാണ് JCB എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡാണ്, ഒരു കമ്പനിയുടെ പേരാണ് JCB എന്നത്. ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ പേര് ബാക്ക്ഹോ ലോഡർ എന്നതാണ്. ഒരുപാട് കമ്പനികൾ ഈ മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യം വരെ JCB എന്നാണ്. അതൊരു ഐഡൻറ്റിറ്റി അവർ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ്. അത്തരം ബ്രാൻഡ് ബിൽഡിങ്, പേഴ്സണലി ഒരു ബ്രാൻഡായി മാറുക എന്നത് ഒരു ടോക്സിക് കോമ്പറ്റീഷൻ്റെ ലെവലിൽ എത്തുമ്പോഴാണ് ഫ്ലെക്സിങ് കൾച്ചറായി മാറുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? സ്വയം ഒരു ബോർഡർ ലൈൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇത് എന്താണ് ചെയ്യുന്നത്, ആ ചെയ്യേണ്ടത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഒരു കടന്നുകയറ്റമാകുമോ, അതിലേക്കൊരു വാതിൽ തുറന്ന പോലെ ആകുമോ എന്നത് ആലോചിച്ചിട്ട് വേണം എന്ത് നമ്മൾ ചെയ്യാൻ. നാലാമത്തേത് പ്ലഷർ സീക്കിംഗ് ആണ്. ഏറ്റവും വലിയ ഇൻറ്റേർണൽ നെഗറ്റിവിറ്റിക്കുള്ള ഒരു കാരണമാണ് പ്ലഷർ സീക്കിങ്. അതായത് നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സ്ട്രഗിളുകളെ ഒഴിവാക്കാൻ നമ്മൾ താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് പിറകെ പോകുന്ന ഒരു മെൻറ്റാലിറ്റി. ഈ മെൻറ്റാലിറ്റി ഇപ്പോഴത്തെ യൂത്തിൽ കൂടുതലാണ് നമുക്ക് തോന്നാറുണ്ട്. കാരണം അവർക്ക് പ്ലഷർ സീക്ക് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് അവൈലബിൾ ആണ്. പണ്ടത്തെ ജനറേഷൻ ഇന്നത്തെ ജനറേഷൻ്റെ വ്യത്യാസം അവർക്ക് സാധ്യതകൾ തുറന്നതിനോടൊപ്പം ചലഞ്ചസും തുറന്നിട്ടുണ്ട്. ചലഞ്ചസ് പൊതുവെ ആരും അഡ്ജസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളത് മാത്രം. അപ്പോൾ അത്തരം സാധ്യതകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകുന്നത് നമ്മൾ വിനോദം കണ്ടെത്തുന്നത് ഒരു കുഴപ്പമില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിലുള്ള എന്ത് വിനോദവും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ
അത് നിങ്ങളുടെ ലോങ് ടേം വിഷനോട് കൂടി തന്നെ ആകണം ചെയ്യുന്നത്. നിങ്ങളെ സ്വയം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്ലഷർ സീക്കിങ്ങിലേക്ക് പോകാഞ്ഞാൽ മതി. അല്ലാതെ വിനോദം പാടില്ല എന്ന് ഇവിടെ ആരും പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സീരിയസ് ആയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ആക്ഷൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകും. അതായത് നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ആക്ഷൻ ഒരു ഫീഡ്ബാക്ക് വരാനുണ്ട്. ആ ഫീഡ്ബാക്ക് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ, അതാണ് വ്യത്യാസം. അപ്പോൾ ആ ഒരു ലോങ് ടേം വിഷനോട് കൂടി ജീവിതത്തെ നോക്കി കാണാൻ പഠിക്കുക. ഇനി ഈ ഇൻറ്റേർണൽ നെഗറ്റിവിറ്റി ഫാക്ടേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ പുറമേക്ക് ഷെയർ ചെയ്യാറുമില്ല, പുറമേക്ക് പലപ്പോഴും നമ്മൾ അറിയാറ് പോലുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സൈൻ അല്ലെങ്കിൽ ഒരു ക്ലൂ നിങ്ങൾക്ക് സ്വയം തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ അവിടെ ഒരു ബോർഡർ ലൈൻ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനൊരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.